ഹായ്, വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഇന്നിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന എൻട്രി 73,200 എൻട്രി ലൈവാണ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിന്ന് ഫേസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അതാണ് വോയിസ് കൂടെ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ആക്ച്വലി നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഇന്നിപ്പോൾ 2 പിയിലേക്കാണ് എൻട്രി പോയിരുന്നത്. പിയിൽ എൻട്രി 2 ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിലൊരു 12:45 ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നമുക്കൊരു 12 മണി കഴിയുമ്പോൾ ഒരു അപ്പ് മൂവ്മെൻറ്റം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതെനിക്കത് 73,600 വരെ ആ മാർക്കറ്റിൽ പോകും, ഇന്ന് ക്ലോസിങ്ങിനകത്ത് പോകണം എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇപ്പം നിലവിൽ ഞാൻ എന്തായാലും അതിനു വേണ്ടി വരെ വെയിറ്റ് ചെയ്തില്ല, കാരണം ഞാൻ പൊതുവേ അറിയാമല്ലോ, ഞാൻ അധികം നേരം ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യാറില്ല. എനിക്കൊരു 5 to 10% ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് വന്ന് ഞാൻ സ്പോട്ടിൽ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില സിറ്റുവേഷൻസിൽ മാത്രം, അതായത് ആ മൊമെൻറ്റം പെട്ടെന്ന് കിട്ടും എന്നുള്ള സിറ്റുവേഷൻസിൽ മാത്രം, ഒരു 15 മിനിറ്റിനകത്ത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ട്രേഡാണെങ്കിൽ മാത്രമാണ് ഞാൻ ഹോൾഡ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റിലേക്ക് എടുക്കാൻ പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ലിമിറ്റഡിൽ ഞാൻ എപ്പോഴും ക്ലോസ് ചെയ്യും. കാരണം നമ്മളെപ്പോഴും കൺസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന റൂൾസ് ഉണ്ടായിരിക്കണം. ആ റൂൾസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 100% നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആയിരിക്കും. നമുക്ക് എൻക്വയറീസ് ഒരുപാട് വരുന്നുണ്ട്. എൻക്വയറീസ് വരുമ്പോൾ എല്ലാവരും നമ്മൾ തുറന്ന കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബേസിക്സ് മാത്രമേ അറിയാവൂ, എൻട്രി എക്സിറ്റ് അങ്ങനെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രേഡിങ്ങിൽ ഒരു റെക്കമെൻഡേഷൻ എടുത്താൽ നിങ്ങൾ സക്സസ് ആവത്തില്ല. പേഴ്സണൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് വ്യക്തമായിട്ട് എല്ലായിടത്തും ഞങ്ങൾ പറയുന്നുണ്ട്. കാര്യം അങ്ങനെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ ആവശ്യം പോലെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ വിളിക്കുന്നവരെല്ലാവരെയും നമ്മൾ പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായ ഒരു ഡിസിപ്ലിനും പേഷ്യൻസും എല്ലാം വേണം. അതിൻ്റെ കൂടെ തന്നെ സ്പീഡ് എന്നൊരു സംഭവം കൂടെ വേണം. ആ സ്പീഡ് കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമുക്ക്. അത് വളരെ പേഷ്യൻ്റായിട്ട് ഇരുന്ന് ആ സ്പീഡ് ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. വന്ന ഉടനെ ഒരിക്കലും കയറി നമുക്ക് പെട്ടെന്ന് ക്വിക്ക് എൻട്രി ക്വിക്ക് എക്സിറ്റ് പോസിബിൾ ആയെന്ന് വരത്തില്ല. അത് ഇരുന്ന് പെട്ടെന്ന് അത് സ്പീഡാവും. പിന്നെ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലെ കുറിച്ചിട്ട് ഞാൻ കമ്മ്യൂണിറ്റി വളരെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പേഴ്സണൽ മെമ്പർഷിപ്പ് എന്നാൽ ലിമിറ്റഡ് ആൾക്കാർക്കേ കൊടുക്കുകയുള്ളൂ ഞാൻ. കാര്യം നമുക്ക് അവരുടെ പേഴ്സണൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്ക് അവരുടെ A to Z കാര്യങ്ങൾ അനലൈസ് ചെയ്യണം, എവരിഡേ കാര്യങ്ങളായിട്ട് അവർ സംസാരിക്കണം, ഗൂഗിൾ മീറ്റ് കൊടുക്കണം, ലൈവ് സെക്ഷൻ കൊടുക്കണം. അതെല്ലാം കൊടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആൾക്കാർ വെച്ച് നമുക്ക് പറ്റത്തുള്ളൂ. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയി കഴിയുമ്പോഴാണ് നമ്മളുടെ മറ്റുള്ള പ്രീമിയം ഹൈ കമ്മ്യൂണിറ്റികളിലേക്ക് എൻട്രി കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ആദ്യമേ കയറി ഹൈ കമ്മ്യൂണിറ്റികളിൽ ഹൈ ആക്യുറസി കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ 10 ലക്ഷത്തിന് 20 ലക്ഷത്തിന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഹൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേറ്റ വെച്ച് വർക്ക് ചെയ്യുന്ന സെയിം ഓൾറെഡി എൻട്രീസ്. അതായത് സ്പോട്ട് മൂവ്മെൻറ്റ് നടക്കില്ല, ഒറ്റയടി മൂവ്മെൻറ്റ് ക്യാൻഡിലിൽ തന്നെ 100-200 പോയിൻ്റൊക്കെ പോകുന്ന ക്യാൻഡിൽസ്. അത് നമ്മൾക്ക് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡോ 10 സെക്കൻഡോ മുമ്പായിരിക്കും എൻട്രി നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത്രയും സ്പീഡ് വന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ഗോൾഡൻ ഗ്രൂപ്പിലേക്കും ഡയമണ്ട് ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളൂ. തൽക്കാലം നമുക്ക് എന്താണ് പേഴ്സണൽ മെമ്പർഷിപ്പ് എടുത്ത് വന്ന് കാര്യങ്ങൾ ഔട്ട്പുട്ടെല്ലാം ക്ലിയർ ആയ ശേഷം മാത്രമാണ് അതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എൻട്രി പ്ലാനിലാണെങ്കിൽ ഉറപ്പായിട്ട് പറയാം, നിങ്ങൾക്ക് ട്രേഡിംഗ് നോളജ് മാത്രമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും വന്ന് എടുക്കരുത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവില്ല. കാരണം ബാക്കിയുള്ളവർ പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങൾ ലോസ് ആവും, തീർച്ചയായും ലോസ് ആവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ, ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം നമ്മളൊരിക്കലും ഓപ്ഷൻ പ്രീമിയത്തിന് വെച്ചിട്ടല്ല നമ്മൾ റെക്കമെൻഡേഷൻ പോകുന്നത്. എല്ലാം നമ്മൾ ഇൻഡെക്സ് ചാർട്ട് വെച്ചിട്ടാണ്. സോ ആ ചാർട്ടിലെ മൊമെൻറ്റം എവിടെയാണോ അവിടെ നിന്നാണ് എൻട്രി എന്ന് പറഞ്ഞത്. നമുക്ക് ആ സമയത്ത് പ്രീമിയം ഏതാണോ ആ പ്രീമിയം നമുക്ക് എടുക്കാറുള്ളൂ. അപ്പോൾ ഇൻ കേസ് 100 എബോ 100 ഇട്ടാലും പക്ഷേ 100 ആയിരിക്കില്ല നമ്മൾ എൻട്രി പറഞ്ഞത് അവിടെ. സോ അത് നമ്മൾ വ്യക്തമായിട്ട് എല്ലാവരും പറയും. അത് മെജോറിറ്റി ഒരു 99% ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാവാതെ വന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് പിന്നെ അവരെങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയർ ആയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. സോ അത് വിട്ടേക്ക്. നമുക്ക് ഇതിൻ്റെ എൻട്രി ഞാൻ പറയാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തൊട്ട് ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു, റിട്രേസ്മെൻറ്റ് വന്നു, വീണ്ടും ഡൗൺ ട്രെൻഡ് വന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താഴെ. ആ സപ്പോർട്ട് ഏരിയയിൽ വന്ന് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് ചെയ്തു, പിന്നെ അവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഫോമായി. സോ അവിടെ നിന്നാണ് നമുക്ക് അടുത്തൊരു അപ്പ് മൂവ്മെൻറ്റ് ചാൻസ് തുടങ്ങുന്നത്. പക്ഷേ ചാൻസ് തുടങ്ങിയാലൊരു നമുക്കൊരു പ്രോപ്പർ എൻട്രി എന്ന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെ ഞാൻ മനസ്സിലാകണ്ടേ, ഞാൻ കമ്മ്യൂണിറ്റിയിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. ഓക്കെ, സിയിലേക്ക് ഞാൻ കോൾ എടുക്കാൻ വേണ്ടി പറയുകയാണ്, കമ്മ്യൂണിറ്റിയിലേക്ക് ലൈവ് മാർക്കറ്റിലേക്ക്. ഓക്കെ ഞാൻ ലൈവായിട്ട് അവിടുത്തെ എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ. അപ്പം ഔട്ട് മൂവ്മെൻറ്റ് എടുക്കാം. അത് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര പോയിൻറ്റ്സ് വേണം ബുക്ക് ചെയ്യാം അവർക്ക്. ആ രീതിയിലാണ് ആ മൂവ്മെൻറ്റ്. കണ്ടോ, മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. കാരണം അവിടെ നമുക്കൊരു MS കിട്ടി. കാരണം അതാണ് ആ ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നൊരു MS കിട്ടി. പ്രൈസ് ആക്ഷനും വോളിയം അനാലിസിസും ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ.
സോ നമുക്കത് പ്രോഫിറ്റിലേക്ക് പോകണം കേട്ടോ. ഞാനൊരു സ്ക്വയർ ഓഫ് ചെയ്യാൻ പോവാണ്.